അതിശക്തമായ കഴുത്ത് വേദന, കഴുത്തങ്ങോട്ട് തിരിക്കാൻ പോലും പറ്റുന്നില്ല, കയ്യിലേക്കൊക്കെ തരിച്ച് വരുന്നുണ്ട്, കൈ പൊക്കാൻ പറ്റുന്നില്ല, കഴുത്തൊക്കെ തിരിക്കുമ്പോൾ വലിഞ്ഞ് മുറുങ്ങുന്നുണ്ട്, തലവേദന ഇടയ്ക്ക് വരുന്നുണ്ട്, കഴുത്തുനിന്ന് കയ്യിലേക്ക് ഇങ്ങനെ ഷോക്കടിക്കണ പോലെ സെൻസേഷൻ വരുന്നുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഉറങ്ങുന്നത്. ഇത്തരത്തിലുള്ള കംപ്ലയിൻറ്റ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, നമ്മളും അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. ഇത് കഴുത്തിൻ്റെ സർവൈക്കൽ റാഡിക്കുലോപ്പതി ആവാം, കഴുത്ത് ഡിസ്ക് ഹെർണിയേഷൻസ്, ഡിസ്കിൻ്റെ ഉള്ളിലുള്ള വിള്ളലുകൾ, ഇതൊക്കെ കൊണ്ടാവാം. അപ്പം ഇത് സർവൈക്കൽ റാഡിക്കുലോപ്പതിയാണ് ഇന്നത്തെ ടോപ്പിക്. ഞാൻ ഡോക്ടർ നജ്വ, കൺസൾട്ടൻറ്റ് പെയിൻ ഫിസിഷ്യൻ, കോട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എരഞ്ഞിപ്പാലം. കഴുത്ത് വേദന കയ്യിലേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് അതിൻ്റെ ഡിഫറൻഷ്യൽ ഡയഗ്നോസ്, അതായത് എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? കഴുത്തിൻ്റെ പെയിൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ കഴുത്തിൻ്റെ എല്ലുകളുണ്ട്, വെർട്ടിബ്ര ഉണ്ട്, അതിന് ഇടയ്ക്ക് ഡിസ്ക് ഉണ്ട്, സൈഡുകളിലായിട്ട് അത് കഴുത്തുനിന്ന് കയ്യിലേക്ക് വരുന്ന നാഡികളുണ്ട്, സർവൈക്കൽ സ്പൈൻ നെർവ്സ് ഉണ്ട്, ലിഗമെൻറ്റ്സ് ഉണ്ട്, അതുപോലെ മസിൽസ് ഉണ്ട്. ഇതിൽ നിന്ന് ഏതിൽ നിന്നും ആവാം വേദന. സാധാരണഗതിയിൽ വെറുതെ കഴുത്ത് കുഞ്ചിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഴുത്തുനിന്ന് വെറുതെ വരുന്ന ഒരു സ്റ്റിഫ്നെസ് കഴുത്തിൻ്റെ മയോഫേഷ്യൽ പെയിൻ ആവും, അതായത് മസിൽസിൻ്റെ സ്റ്റിഫ്നെസ് ആവാം. അത് നമുക്ക് എക്സസൈസോ ഫിസിയോതെറാപ്പി, സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ ചെയ്താൽ അങ്ങ് മാറും. ഇനി കഴുത്തുനിന്ന് കയ്യിലേക്ക് വേദന വരുന്നുണ്ട്, തരിപ്പ്, ഷോക്കടിക്കണ പോലത്തെ ബുദ്ധിമുട്ട്, അങ്ങനത്തെ എന്തെങ്കിലും സിംറ്റംസ് ആണെങ്കിൽ ചിലപ്പോൾ ഡിസ്കിൻ്റെ ഹെർണിയേഷൻസ് ആവും. ഡിസ്കിൻ്റെ ഉള്ളിൽ നിന്ന് വിള്ളലുകൾ വന്നിട്ട് ആ ഡിസ്ക് കയ്യിലേക്കുള്ള നാടികൾ നീർക്കെട്ട് വന്നതാവാം. ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് കാര്യമായിട്ട് ഷോക്കടിക്കണ പോലെ ബുദ്ധിമുട്ടുകൾ വരാം. അപ്പോൾ ഇത് ഒരു സെക്കൻഡ് റീസൺ ആണ്. എപ്പോഴും ഡിസ്കിനെ തള്ളിക്കൊള്ളുന്നില്ല, ഡിസ്കിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന നീർക്കെട്ടും കൊണ്ടും കയ്യിലേക്കുള്ള തരിപ്പ് വരാം. മൂന്നാമത്തെ കോസാണ് നമ്മൾ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ആക്സിഡൻറ്റ് വന്നു, മുന്നേ എന്തെങ്കിലും ആക്സിഡൻറ്റ് വന്നിട്ടുണ്ട്, അന്ന് മുതൽ ഒരു വേദനയാണ്, കഴുത്തുനിന്നൊരു മാറാത്തൊരു വേദനയുണ്ട്. എന്തെങ്കിലും ഒരു പറ്റാത്തൊരു കാര്യം ചെയ്യുന്ന അപ്പം കഴുത്ത് ഉളുക്കി പിടിക്കും, പക്ഷെ അതങ്ങ് തന്നെ മാറിപ്പോകാറുണ്ട്, തലവേദന വരാറുണ്ട്. അപ്പോൾ ഇത് മിക്കവാറും അതിൻ്റെ കഴുത്തിൻ്റെ ലിഗമെൻറ്റ്സും ഉണ്ട്, അല്ലെങ്കിൽ കഴുത്തിൻ്റെ ചുറ്റുമുള്ള ഫാസറ്റിൻ്റെ പ്രശ്നങ്ങൾ, കഴുത്തിൻ്റെ ഇടയിലുള്ള ജോയിൻസിൻ്റെ പ്രശ്നങ്ങളോ, വിപ്ലാഷ് ഇഞ്ചുറീസ് എന്നൊക്കെ പറയും, ഇതുകൊണ്ടാവാം. ഇത് എല്ലാത്തിനും ഡിഫറെൻ്റ് ആണ് ട്രീറ്റ്മെൻറ്റ്. ഓരോന്നും എന്താണ്, എവിടെ നിന്നാണ് വേദന വരുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് വേണം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യാൻ. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് വരുന്ന ഒരു കഴുത്ത് വേദന എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, അത് ഒരു അക്യൂട്ട് സർവൈക്കൽ റാഡിക്കുലോപ്പതി വന്നു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ചികിത്സ. പെട്ടെന്ന് കഴുത്ത് കുഞ്ചിട്ട് എന്തെങ്കിലും സാധനം എടുത്ത് പൊക്കിയപ്പോഴാവാം, അല്ലെങ്കിൽ നമ്മൾ കിടന്ന് രാവിലെ നീറ്റപ്പോൾ കഴുത്ത് സ്റ്റക്കായി പോയതാവാം, അല്ലെങ്കിൽ കഴുത്തിന് ഓൾറെഡി ഒരു കഴുത്ത് വേദന ഉണ്ട്, പിന്നെ പെട്ടെന്ന് 2 ദിവസം കൊണ്ട് വേദന അധികമായിട്ട് കൈയും കയ്യിലേക്കൊക്കെ നീർക്കെട്ട് വന്നിട്ട് കൈ ഇങ്ങനെ തലയുടെ മുകളിൽ പൊക്കി വെച്ച് വരുന്ന പേഷ്യൻസ് ഉണ്ട്. ഇതാണ് അക്യൂട്ട് സർവൈക്കൽ റാഡിക്കുലോപ്പതി എന്ന് പറയുന്നത്. ഇതിന് റെസ്റ്റാണ് ആവശ്യം. തുടക്കത്തിൽ നമ്മൾ കഴുത്ത് അനക്കാതെ എന്തെങ്കിലും സർവൈക്കൽ കോളറൊക്കെ വെച്ചിട്ട് നമ്മളത് മാനേജ് ചെയ്യുക. ആ സ്റ്റിഫ്നെസ് കൊണ്ട്, കഴുത്തിൻ്റെ മസിൽസിൻ്റെ സ്റ്റിഫ്നെസ് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ അതിന് നീർക്കെട്ട് കുറയാനും ആ മസിൽസ് റിലാക്സ് ചെയ്യാനുള്ള മെഡിസിൻസും കൊടുക്കുക. കയ്യിലേക്കുള്ള നാഡികളുടെ ശക്തി കൂട്ടാനുള്ളതും ആ ഒരു നെർവ് കണ്ടക്ഷൻ ഈസിനെസ് വരാനും വേണ്ടിയിട്ടുള്ള മെഡിസിൻസും സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഒരു 5 days 6 days ഒരു 10 days വരെ ചിലപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവാം. പിന്നെ തന്നെ അത് കുറഞ്ഞു വരാം. ഇനി കുറഞ്ഞില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും? അപ്പോൾ നമ്മളത് വേറെ റെഡ് ഫ്ലാഗ്സ് ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തും. അതായത് കയ്യിലേക്ക് സായായി തരിപ്പ്, വിരലുകൾ അനങ്ങുന്നില്ല, ഒരു പനി വന്നിട്ടാണ് ഇത് വന്നത്, അല്ലെങ്കിൽ ഓരോ വീഴ്ച വന്നതിന് ശേഷമാണ് ഇത് വന്നത്, അല്ലെങ്കിൽ പണ്ടേ ഒരു ഹിസ്റ്ററി ഓഫ് എന്തെങ്കിലും ഒരു മാലിഗ്നൻസി അല്ലെങ്കിൽ ക്യാൻസർ വന്നിട്ടുണ്ട്, അതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ വന്നത്, അല്ലെങ്കിൽ ഒരു പ്രായമുള്ള ഒരാൾക്ക് പെട്ടെന്ന് വീഴാൻ പോയപ്പോൾ വന്ന ബുദ്ധിമുട്ടുകളാണ് ഇതെങ്കിൽ നമ്മളത് പ്രത്യേകിച്ച് എല്ലിൻ്റെ പൊട്ടലുകളൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് എക്സ്റേ MRI എന്തെങ്കിലും എടുക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഡിസ്ക് ബൾജാണ്, ഡിസ്കിൻ്റെ ഉള്ളിൽ നീരിറങ്ങിയതാണെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്താണ് ഇനി അടുത്ത ചികിത്സ. ഇത് മെഡിസിൻസ് കൊണ്ട് മാറുന്നില്ല, ഫിസിയോതെറാപ്പി ട്രൈ ചെയ്തിട്ടുണ്ട്, മസിൽസ് റിലാക്സ് ചെയ്യാനുള്ള തെറാപ്പിയും ട്രാക്ഷനൊക്കെ ചെയ്തു, മാറ്റങ്ങൾ വരുന്നത് കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് സർവൈക്കൽ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഈ സർവൈക്കൽ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ തലയോട്ടിന്ന് തലച്ചോറിന്ന് ഇറങ്ങി വരുന്ന സുഷുമ്ന നാഡി, സ്പൈനൽ കോഡ്, അതിൻ്റെ ഓരോ സർവൈക്കൽ ലെവലിൽ വെച്ച് സ്പൈനൽ നെർവ്സ് പുറത്തോട്ട് വരുന്നത്. അത് C1 to C7 വരെ നമുക്കറിയാം കഴുത്തു നിന്നാണ് പുറത്തേക്ക് വരുന്നത്. അത് ഓരോ നാഡികൾക്കും ഓരോ ഡെർമറ്റോംസ് ഉണ്ട്, അതായത് എവിടത്തേക്കാണ് ഇത് സപ്ലൈ ചെയ്യുന്നത് അത് പ്രീ ഡിറ്റർമിൻഡ് ആണ്. എവിടെയാണ് ഡിസ്ക് ബൾജ് വന്നത് അവിടത്തേക്ക് മാത്രമേ ചിലപ്പോൾ തരിപ്പും ബുദ്ധിമുട്ടും അനുഭവപ്പെടുകയുള്ളൂ. അപ്പോൾ എവിടെയാണ് ഈ ഡിസ്ക് ബൾജ് അനുസരിച്ചിട്ട് വേണം നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്താൻ. സർവൈക്കൽ എപ്പിഡ്യൂറൽ എന്ന് പറയുന്നത് എപ്പിഡ്യൂറൽ സ്പേസിൻ്റെ ഉള്ളിലേക്കാണ് ഈ നാഡികൾ പുറത്തേക്കോട്ട് ചാടുന്ന വഴി.
അതിന് സാധാരണ നമ്മൾ സർവൈക്കൽ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷനാണ് ചെയ്യുന്നത്. കഴുത്തുനിന്ന് കയ്യിലേക്ക് വരുന്ന നാഡികൾ ആ ഭാഗത്ത് ഇൻഫ്ലമേഷൻ കാരണം അല്ലെങ്കിൽ ആ ഭാഗത്ത് വരുന്ന ഒരു ഷോക്ക് അടിക്കുന്ന പോലത്തെ ഒരു വേദനയാണ് പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത് തലയോട്ടി, ഇത് കഴുത്തിൻ്റെ എല്ലുകൾക്ക് സൈഡിലാണ് ഈ നെർവ്സ് ഉള്ളത്, കയ്യിലേക്ക് പോകേണ്ട നാഡികളുള്ളത്. അപ്പോൾ ഈ നാഡികൾക്കാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാഡികൾ പുറത്തേക്ക് വരുന്നൊരു സ്പേസ് ഉണ്ട്, ആ നാഡികൾ ആവരണം ചെയ്തിരിക്കുന്ന എപ്പിഡ്യൂറൽ സ്പേസ് ഉണ്ട്, അവിടെ ഡയറക്റ്റ് എക്സ്റേയുടെ സഹായത്തോടു കൂടി മരുന്ന് കൊടുക്കുക എന്നാണ് നമ്മൾ സർവൈക്കൽ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതൊരു എക്സ്റേ പിക്ചറാണ്. ഈ എക്സ്റേയിൽ നമ്മൾ കാണാം കഴുത്തിൻ്റെ എവിടെയാണോ ഡിസ്കിൻ്റെ ബൾജ് ഉള്ളത്, എവിടെയാണോ ഞരമ്പിൻ്റെ നീർക്കെട്ടുള്ളത്, അവിടെ തന്നെ നീഡിൽ പ്ലേസ് ചെയ്ത് ഇത് ഡൈ കൊടുക്കുന്ന പിക്ചറാണ്. അതായത് അവിടെ തന്നെയാണ് നമ്മളെ മരുന്ന് എത്തുന്നത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റേയുടെ സഹായത്തോടു കൂടി നമ്മൾ ഇപ്പോൾ റൈറ്റ് സൈഡായിരുന്നു ആ രോഗിക്ക് വേദന ഉണ്ടായിരുന്നത്, അവിടെ തന്നെ നമ്മൾ ഡൈ കൊടുത്ത് നെർവിൻ്റെ റൂട്ട്, അതായത് നാഡികൾ പോകുന്ന വഴി കൃത്യമായി മനസ്സിലാക്കി അവിടെ മരുന്ന് കൊടുക്കുകയാണ്. ഇതിലൂടെ ഈ രോഗിക്ക് ആ ഒരു ദിവസം തന്നെ അത്യാവശ്യം നല്ല പെയിൻ റിലീഫ് ഉണ്ടാവുകയും പിന്നീട് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു മനസ്സും വേദന കുറഞ്ഞൊരു കാലവും കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ തന്നെ നമ്മൾ ഡയറക്റ്റ് എക്സ്റേയുടെ ഗൈഡൻസോടുകൂടി മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ നീർക്കെട്ട് അവിടെ കുറഞ്ഞു വരികയും നമുക്ക് ഏത് ലെവലിലാണോ പ്രശ്നമുള്ളത് അവിടെ തന്നെ ട്രീറ്റ്മെൻറ്റ് എത്തിയിട്ട് പേഷ്യൻറ്റിന് റിലീഫ് കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ടാർഗറ്റഡ് ട്രീറ്റ്മെൻ്റ് ആണ്. അതായത് പ്രശ്നമുള്ള ഭാഗത്ത് നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ മരുന്ന് കഴിക്കുന്നതിൽ നിന്ന് നമുക്ക് ഒഴിവാകാൻ സാധിക്കും. എന്നിട്ട് ആ പെയിൻ വരാതിരിക്കാനുള്ള എക്സസൈസും ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ വേദന വരാതിരിക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ്റെ കൂടെ തന്നെ നമുക്കറിയാം മസിൽസിനൊക്കെ സ്റ്റിഫ്നെസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ സ്റ്റിഫ്നെസ് കുറയ്ക്കാനുള്ള ട്രിഗർ പോയിന്റ് ഇഞ്ചക്ഷൻസും ഡ്രൈ നീഡ്ലിംഗ് ട്രീറ്റ്മെൻറ്റും ചെയ്ത് കഴിഞ്ഞാൽ 1-2 സിറ്റിങ്ങിലൂടെ തന്നെ ഇത് നല്ല പൂർണ്ണമായിട്ട് മാറാൻ അതിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു പെട്ടെന്ന് ഡിസ്ക് ബൾജ് വന്നു, ഡിസ്ക് വല്ലാണ്ട് തള്ളിയിരിക്കുന്നുണ്ട്, സർജറിയാണ് പറഞ്ഞത് എന്നൊക്കെയുള്ള സ്റ്റേജിൽ നിന്നും നമുക്ക് ഈ ഇഞ്ചക്ഷനിലോട് കൂടെ തന്നെ പേഷ്യൻ്റെ റിലീഫ് കിട്ടുകയും വലിയൊരു സർജറിയിൽ നിന്ന് മാറ്റിയെടുക്കാനും സാധിക്കും. അപ്പോൾ പെട്ടെന്ന് വന്നൊരു കഴുത്തുവേദന, രോഗി കിടപ്പിലായിട്ടുള്ളതാണോ, ജോലികൾക്കൊന്നും പോകാൻ പറ്റുന്നില്ല, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, തീരെ വയ്യാത്തൊരവസ്ഥയിൽ നിന്ന് 1-2 ദിവസം കൊണ്ട് തന്നെ ഈ ഒരു ഇങ്ങനത്തെ ചികിത്സയിലൂടെ നമുക്ക് രോഗിയെ തിരിച്ച് ബാക്ക് ടു ലൈഫ് കൊണ്ടുവരാൻ സാധിക്കും.